അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 3 തിയറം പഠിച്ചു. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 7ാം ക്ലാസ്സിൽ. നമ്മൾ നേരത്തെ പഠിച്ച തിയറൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തെ 3 സൈഡ്, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ് ഈക്വലാണെങ്കിൽ ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് ഒന്ന്. അതായത് ബാക്കിയുള്ള 3 ആംഗിളുകൾ, കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതാണ് ഒന്നാമത് പഠിച്ചത്. രണ്ടാമത് 2 സൈഡ്, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും അതിന്റെ ആ 2 സൈഡും കൂടെ ഈക്വൽ ആയിട്ട് വരുന്ന 2 സൈഡും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിള് മറ്റൊരു ട്രയാങ്കിൾ 2 സൈഡിനും അത് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ അപ്പോഴും ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിളായി. രണ്ടെണ്ണം. മൂന്നാമത്തത് ഒരു സൈഡ്, ആ ഒരു സൈഡിന്റെ 2 എൻഡിലുമുള്ള ആംഗിളുകൾ മറ്റൊരു ട്രയാങ്കിൾ 2 ഒരു സൈഡിനും അതിൻ്റെ എൻഡിലുള്ള ആംഗിളുകൾക്കും ഈക്വൽ ആണെങ്കിൽ അപ്പോഴും ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിളായി. അങ്ങനെ 3 എണ്ണം പഠിച്ചു. അത് ഉപയോഗിച്ചുള്ള കണക്കുകളും ചെയ്തു. എപ്പോഴാണ് ട്രയാങ്കിൾ ഈക്വൽ ആവുന്നത്, അതിൻ്റെ പേര് എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ പഠിച്ചു. ത്രികോണത്തിലെ 3 സൈഡ്, 3 വശം, മറ്റൊരു ത്രികോണത്തിലെ 3 വശങ്ങൾക്ക് തുല്യമായ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായി. രണ്ടാമത് ഒരു ത്രികോണത്തിലെ 2 വശവും അതിൻ്റെ 2 വശങ്ങൾ ഉൾക്കൊള്ളുന്ന കോണും മറ്റൊരു ത്രികോണത്തിലെ 2 വശങ്ങൾക്കും അവ ഉൾക്കൊള്ളുന്ന കോണിനും തുല്യമായാൽ അപ്പോഴും ത്രികോണങ്ങൾ തുല്യ ത്രികോണമായി. മൂന്നാമത്തോ ഒരു ത്രികോണത്തിലെ ഒരു വശവും അതിൻ്റെ അഗ്രങ്ങളിലുള്ള 2 കോണുകളും മറ്റൊരു ത്രികോണത്തിലെ ഒരു വശത്തിനും അഗ്രങ്ങളിലുള്ള 2 കോണുകൾക്കും തുല്യമായാലും ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങൾ ആയി. ഇതാണ് ഈ 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. അത് ഉപയോഗിച്ചുള്ള കുറേ കണക്കുകളും ചെയ്തു, ഹോംവർക്കും തന്നു. അപ്പോൾ ഇനി ഐസോസെലസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം. സമപാർശ്വ ത്രികോണം. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും 2 വശങ്ങൾ തുല്യമായാൽ, ഏതെങ്കിലും 2 സൈഡ്സ് ഈക്വൽ ആയാൽ ആ ട്രയാങ്കിളിനെ, ആ ത്രികോണത്തെ പറയുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അതിൻ്റെ പ്രോപ്പർട്ടി, ഒരു 2 സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ഈക്വലായ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ കൂടി ഈക്വൽ ആയിരിക്കും. 2 വശങ്ങൾ തുല്യമായാൽ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും. അതാണ് ഈ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് തെളിയിക്കണം. അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആയാൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ കൂടി ഈക്വൽ ആണോ എന്ന് നമ്മൾ തെളിയിക്കാൻ പോകുന്നു. പഠിച്ച ഈ സിദ്ധാന്തങ്ങൾ 3 ഉണ്ടല്ലോ, ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തെളിയിക്കാം. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഏത് ചോദ്യം, ഇപ്പോൾ 9ാം ക്ലാസ്സിലെ ചോദ്യമായാലും 8ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിന്റെ ചോദ്യമായാലും ഒക്കെ ഈ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ വന്നാൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് 2 ത്രികോണങ്ങൾ വന്നിട്ട് അതിൽ ഏതെങ്കിലും സൈഡുകൾ ഈക്വൽ ആണ് എന്ന് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമ്മൾ ഈ 3 തിയറമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു തിയറം കൂടി ഉണ്ട്, അത് പിന്നീട് പറയാം. അതെക്കട്ടെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഒരു തിയറം കൂടി ഉണ്ട്, അതെക്കട്ടെ. അപ്പോൾ ഈ സിദ്ധാന്തങ്ങൾ പഠിക്കുന്നത് ഇവിടെയുള്ള കണക്കുകൾ ചെയ്യേണ്ടി മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 8ാം ക്ലാസ്സിലെ തന്നെ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരും. അതിനുള്ള പൊതുവായ ഒരു മാർഗം പഠിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും ഓർമ്മിച്ച് വയ്ക്കുക. ഈ ത്രികോണത്തിന്റെ പ്രത്യേകതയാണ്, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിന് ഈക്വൽ ആയാൽ ബാക്കി ആംഗിളുകളൊക്കെ ഓട്ടോമാറ്റിക് ഈക്വൽ ആയിക്കോളും. അതാണ് അതിന്റെ തിയറത്തിൽ പറയുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തെ 2 സൈഡും അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ 2 സൈഡിനും ഇൻക്ലൂഡഡ് ആംഗിളിനും ഈക്വൽ ആയാൽ അപ്പോഴും ബാക്കി ആംഗിളുകളും സൈഡൊക്കെ എന്താവും, ഈക്വൽ ആവും. മൂന്നാമത്താണ് ഒരു സൈഡും അതിന്റെ 2 എൻഡിലുള്ള ആംഗിളുകൾ വേറെ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ 2 എൻഡിലുള്ള ആംഗിളുകൾക്ക് ഈക്വൽ ആയാലും ട്രയാങ്കിൾ എന്താ, ഈക്വൽ ട്രയാങ്കിളായി. അതായത് 3ാമത്തെ ആംഗിൾ ഈക്വൽ ആവും, ബാക്കി 2 സൈഡും അതേപോലെ ഈക്വൽ ആവും. അപ്പൊ ഈ തിയറങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലുള്ള, അടുത്ത ചാപ്റ്ററിലുള്ളതും അതുപോലെ അടുത്ത വർഷം ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ അത് മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ പഠിച്ചു. 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതെങ്ങനെ? A, B, C. AB equal to AC.
എ ബി ഈക്വൽ ടു എ സി. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ സി ആണ് തന്നിട്ടുണ്ട്. അതാണ് ഐസോസെൽസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, തെളിയിക്കാൻ പോകുന്നത് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ബിയും സിയും ഈക്വൽ ആണ് എന്നാണ് തെളിയിക്കേണ്ടത്. അത് എങ്ങനെ തെളിയിക്കാം? അപ്പോൾ ചിലപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും വരിക? പ്രൂവ് ദാറ്റ് ഇൻ ആൻ ഐസോസെൽസ് ട്രയാങ്കിൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെ എനിക്ക് ചോദ്യം ഉണ്ടാവുക. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അതാണ് നമ്മൾ തെളിയിക്കുന്നത്. വേണമെങ്കിൽ എഴുതാം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമെന്ന് തെളിയിക്കുക. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്ന് തെളിയിക്കുക. അതാണ് തെളിയിക്കാൻ പോകുന്നത്. നോക്കിയേ, ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിൽ എ ബി സമം എ സി രണ്ട് വശങ്ങൾ തുല്യമാണ് നമുക്ക് തന്നു. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എയിൽ നിന്ന് ഇവിടെ ബി സിയുടെ മധ്യബിന്ദു എം എന്ന് മാർക്ക് ചെയ്തു. ബി സിയുടെ മധ്യബിന്ദുവാണ് എം. എന്നിട്ട് എയിൽ നിന്ന് നമ്മളൊരു ലംബം വരച്ചു. ഒരു ലംബമല്ല, ഒരു വര വരച്ചു. എയിൽ നിന്ന് എമ്മിലേക്ക് ഒരു വര വരച്ചു. അപ്പോൾ എം എന്ന് പറയുന്നത് മധ്യബിന്ദു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എയിൽ നിന്ന് എമ്മിലേക്ക് ഒരു വര വരച്ചു. ഡ്രോ എ ലൈൻ ഫ്രം ദ വെർട്ടെക്സ് എ ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. Draw a line from A to the midpoint of the opposite side. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് ഒരു വര വരച്ചു. വരച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. നമുക്ക് പറയേണ്ടത് ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്നാണ് പറയേണ്ടത്. അതിനെന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൺസിഡർ ചെയ്യാം. രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ആ രണ്ട് ട്രയാങ്കിളിൽ മൂന്ന് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു തീരത്തിലെ മൂന്ന് കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിയും സിയും ഈക്വൽ ആണ് എന്ന് പറയാൻ സാധിക്കും. എടുത്തു നോക്കാം. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ. ഒന്നാമത്തെ എ എം ബി ആൻഡ് ട്രയാങ്കിൾ സി എം ബി ആൻഡ് എ എം സി ആയിക്കോട്ടെ. എ എം സി ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു. എ എം ബി എ എം സി ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു. മൂന്നെണ്ണം. ഒന്ന് നമുക്കറിയാം എ ബി ഈക്വൽ ടു എ സി ആണ് തന്നിട്ടുണ്ട്. എ ബി ഈക്വൽ ടു എ സി തന്ന കാര്യമാണ്, ഗിവൺ. അത് തന്നിട്ടുണ്ട് നമുക്ക്. രണ്ടാമത്തത് നോക്കിയേ, എ എം എന്ന് പറയുന്നത് എ എം ഈക്വൽ ടു എ എം തന്നെ എഴുതാം. ഈ ട്രയാങ്കിളിൽ എ എം ഉണ്ട്, ഈ ട്രയാങ്കിളിൽ എ എം ഉണ്ട്. കോമൺ ആണ്, കോമൺ സൈഡാണ്, പൊതുവശമാണ്, പൊതുവായ വശമാണ്. അപ്പോൾ കോമൺ സൈഡ്. രണ്ട് ട്രയാങ്കിളും കോമൺ ആയിട്ട് ഒരു സൈഡ് ആയതുകൊണ്ട് ആ ട്രയാങ്കിളിലെ എം ഈ ട്രയാങ്കിളിലെ എം ഇതിന് ഈ ട്രയാങ്കിളിലെ എമ്മിന് ഈക്വൽ ആണ്. മൂന്നാമത്തെ ഈ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് അല്ലേ? അതുകൊണ്ട് ബി എം ഈക്വൽ ടു സി എം എന്ന് പറയാം. ബി എം ഈക്വൽ ടു സി എം. എം ഈസ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് എം. മൂന്നെണ്ണായി. മൂന്ന് സൈഡ് പറഞ്ഞു. ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡ് ഈ ട്രയാങ്കിളിലെ മൂന്ന് സൈഡിന് ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? therefore ആ രണ്ട് ട്രയാങ്കിൾ എന്താ പറയാം? ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. നമുക്ക് എഴുതാം therefore ട്രയാങ്കിൾ എ എം ബി ഈക്വൽ ടു ട്രയാങ്കിൾ എ എം സി. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയി. അപ്പോൾ ആംഗിളുകൾ ഈക്വൽ കറസ്പോണ്ടിങ് ആണല്ലേ ബിയും സിയും. ബിയും സിയും. therefore ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. കഴിഞ്ഞു. ഇപ്പം എന്ത് പറയാം? ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. സൈഡ്സ് ഈക്വൽ ആയാൽ ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂടി ഈക്വൽ. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്ന് കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂടി ഈക്വൽ ആണ് എന്ന് കിട്ടി.
ഇതേ ട്രയാങ്കിൾ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടും. ഓക്കെ, ഇത്ര ട്രയാങ്കിൾ ഇവിടെ നിന്ന് ലൈനിൽ വരച്ചത്, ഇത് എ, ഇത് എം, ഇത് ബി, ഇത് സി. ഈ ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിളാണ്. ഈക്വൽ ട്രയാങ്കിളാന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ല, ഇനി എല്ലാ ആംഗിളും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എല്ലാ സൈഡും ഒക്കെ ഈക്വലാണ്. വശങ്ങളും കോണുകളും ഒക്കെ ഈക്വലാണ്, തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന കോൺ സി എന്ന് പറയുന്ന കോണിന് തുല്യമാണ്, ഈക്വലാണ്. എ എന്ന് പറയുന്ന ആംഗിൾ ഈ ഇവിടെയുള്ള ഇപ്പുറത്തുള്ള എക്ക് ഈക്വലാണ്. അതായത് ബി എ എം ഈക്വൽ ടു സി എ എം എന്ന് പറയാം. അതേപോലെ എം എന്ന് പറയുന്ന ആംഗിൾ ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ കിട്ടി. എം എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഇപ്പുറത്തും ഉള്ള ഈ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്ത് എത്രയാണ്? നമുക്കറിയാം ബി സി എന്ന് പറയുന്നത് ഒരു വരയാണ്, ഒരു ലൈനാണ്. ഒരു ലൈനിന്റെ മുകളിലുള്ള ആംഗിളുകളുടെ സമ്മ് 180 ഡിഗ്രിയാണ് പഠിച്ചിട്ടുണ്ട്. ലീനിയർ പെയർ ആംഗിൾസിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ. അതുകൊണ്ട് ആംഗിൾ ബി എം എ പ്ലസ് ആംഗിൾ സി എം എ ഈക്വൽ ടു 180 എന്ന് എഴുതാം. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി. രേഖീയ ജോഡി കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണും ബി എം എ സി എം എ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. പിന്നെ ഈ രണ്ട് ത്രികോണങ്ങൾ, ഈ രണ്ട് ട്രയാങ്കിളുകൾ ഈക്വൽ ട്രയാങ്കിളാണ്, തുല്യ ത്രികോണമായതുകൊണ്ട് എന്താ പറയാം, ഈ രണ്ട് കോണുകളും തുല്യവുമാണ്. അപ്പോൾ ആംഗിൾ ബി എം എ ഈക്വൽ ടു ആംഗിൾ സി എം എ ഇത് രണ്ടും തുല്യമാണ്, കൂട്ടിയാൽ 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോണത്രയാണ് രണ്ടും കൂടെ കൂട്ടിയാൽ 180, രണ്ടും തുല്യം. അപ്പോൾ രണ്ട് സംഖ്യകൾ, തുല്യമായ സംഖ്യകൾ കൂട്ടിയാൽ 180 കിട്ടണം. ഓരോന്ന് എത്രയാ? 90 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എം എ ഈക്വൽ ടു ആംഗിൾ സി എം എ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. ഇത് 90 ഡിഗ്രിയാണ് എന്ന് കിട്ടും. ഇതിൽ നിന്ന് തന്നെ, ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് വേറെ ആൻസറും കൂടി ഉണ്ടാക്കാം. ഏത് ആൻസർ? ഇതാ ഈ വരച്ചിരിക്കുന്ന ലൈനില്ലേ, ഇത് മിഡ് പോയിന്റിലേക്ക് വരച്ചാൽ അതെന്തായിരിക്കും? ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ ലൈൻ ഡ്രോൺ ഫ്രം എവിടുന്ന്? ദ പോയിന്റ്. ഏതൊക്കെ പോയിന്റ്? ഏത് പോയിന്റ്? ജോയിൻ ഇൻ ദ ടു ഈക്വൽ സൈഡ്സ്. ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ എവിടേക്ക്? ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ സൈഡ്. Line drawn from the point joining of two equal sides to the opposite side will be perpendicular to the side എന്ന് കിട്ടും. തുല്യമായ വരകൾ, വശങ്ങൾ കൂടിച്ചേരുന്ന ബിന്ദുവിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന, എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര എന്തായിരിക്കും? എതിർവശത്തിന് ലംബമായിരിക്കും. ഒരു ത്രികോണത്തിന്റെ, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന ബിന്ദുവിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര എതിർവശത്തിന് ലംബമായിരിക്കും. പുതിയൊരു കാര്യം കിട്ടി. ഇനി അത് ലംബമായിട്ട് വരച്ചാൽ അത് മധ്യബിന്ദു ആയിരിക്കും. കറക്റ്റ് ഉണ്ടാവില്ല. ഇത് ലംബമായിട്ട് വരച്ചാൽ ഈ കോൺ തുല്യമായില്ലേ? ഈ കോണും തുല്യമായില്ലേ? ഈ കോണും തുല്യമായില്ലേ? ഈ വശവും തുല്യമല്ലേ? ഈ വശവും ഈ വശത്തിനും തുല്യമല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ട, ഈ രണ്ട് കോണുകൾ തുല്യമാണ്, ഈ രണ്ട് കോണുകൾ 90 ആണ്, ഈ കോണുകൾ തുല്യമാണ്, ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. അപ്പൊ ഈ രണ്ട് വശങ്ങൾക്ക് അരികിലുള്ള അറ്റത്തുള്ള ഈ രണ്ട് കോണുകൾ ഈ വശത്തിന്റെ അരികിലുള്ള ഈ രണ്ട് കോണുകൾക്ക് തുല്യമായാൽ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി? തുല്യ ത്രികോണമായി, ഈക്വൽ ട്രയാങ്കിളായി. അല്ല, ഇത് മധ്യബിന്ദു ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അത് മധ്യബിന്ദു ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. എങ്ങനെ? ഇത് ലംബമാണെങ്കിൽ, ആ വരയ്ക്കുന്ന വര പെർപെൻഡിക്കുലർ ആണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് വരുമ്പോൾ തരാം. ഒരു ഹോംവർക്ക് എഴുതിക്കോ. പിന്നെ എഴുതാം. അപ്പൊ ഇതേ കാര്യം ഉപയോഗിച്ചുകൊണ്ട് എഴുതണം കേട്ടോ. ഇതേ നമ്മൾ ഉപയോഗിച്ച ഈ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഇതിപ്പോ തന്നിരിക്കുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞു. In an isosceles triangle, prove that in an isosceles triangle
in an isosceles triangle, the perpendicular from the point joining equal sides. Prove that in an isosceles triangle, the perpendicular from the point joining equal sides to the opposite side bisect the set. ബൈസെക്ട് എന്നാൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് മിഡ് പോയിന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താന്നില്ല, ഇത് മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടില്ല. പകരം എന്ത് പറഞ്ഞു, ഈ വരയ്ക്കുന്ന വര പെർപെൻഡിക്കുലർ ആണ്. എന്താ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് തന്നു. ഇത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്നും പറഞ്ഞു. ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൈഡ് ഈക്വൽ ആണ് തന്നു. ഈ ആംഗിൾ ഈക്വൽ ആണ് തന്നു. പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നു. ഈ തന്ന കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്താന്ന് പറയണം, ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയണം. അവിടെ BM ഈക്വൽ ടു CM എന്ന് എഴുതാൻ പാടില്ല. അത് നമുക്ക് തെളിയിക്കാനുള്ളതാണ്. അത് എഴുതാതെ വേറെ 3 ആംഗിൾ പറയരുത് കേട്ടോ. 3 ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ എന്താവില്ല, ഈക്വൽ ട്രയാങ്കിൾ ആവില്ല. നമ്മൾ പഠിച്ച 3 തിയറി ഉണ്ടല്ലോ, 3 സിദ്ധാന്തങ്ങൾ. ആ 3 ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് ഒന്നുകൂടെ പറയുക. എന്നിട്ട് M എന്ന് പറയും, BM സമം CM എന്ന് എഴുതുക. എന്നിട്ട് M എന്താ പറയുക, മിഡ് പോയിന്റ് ആണെന്ന് പറയുക. മലയാളംകാരാണെങ്കിൽ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ മലയാളം പറയുമ്പോൾ നമ്മൾ ചോദ്യത്തിന്റെ മലയാളം, ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ ചേരുന്ന ബിന്ദുവിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം ആ വശത്തെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ ചേരുന്ന ബിന്ദുവിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം ആ വശത്തെ സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കുക. അത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ അടുത്ത് നോക്കി, നമുക്ക് അടുത്തൊരു ചോദ്യം പറയുന്നത്, ഇപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണം ആകണമെങ്കിൽ 2 വശങ്ങൾ തുല്യമാകണം എന്ന് പറഞ്ഞത്. ഇതൊരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ 2 വശങ്ങൾ തുല്യമാവണം. നേരെ തിരിച്ച് നമുക്ക് ഇതിന്റെ 2 കോണുകൾ, ഈ 2 കോണുകൾ തുല്യമാണെങ്കിൽ ഇതൊരു സമപാർശ്വ ത്രികോണമാകുമോ? If 2 angles of a triangle are equal, then is it a isosceles triangle? അതായത് 2 കോണുകൾ തുല്യമായാൽ അതിനെതിരെയുള്ള വശങ്ങൾ തുല്യമാകുമോ? തുല്യമാകും. അതിലേക്കണം. ഇതേപോലെ തന്നെ ഇവിടെ കോണുകൾ തുല്യമാണ്. AB ഈക്വൽ ടു AC തന്നിട്ടില്ല. അത് നമുക്ക് കിട്ടണം. AB സമം AC എന്ന് കിട്ടണം. പകരം എന്ത് തന്നു, കോൺ C കോൺ B ഇത് രണ്ടും തുല്യം. M മധ്യബിന്ദുവാണ്. കോൺ സിയും കോൺ ബിയും തുല്യമാണ്. M മധ്യബിന്ദുവാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യം ഉപയോഗിക്കാം. ഇവിടെ നേരെ നമ്മൾ ലംബം വരച്ചു, മധ്യബിന്ദു കിട്ടിയല്ലോ. അപ്പോൾ BM സമമാണ് CM എന്ന് കിട്ടും. വരച്ചത് അങ്ങനെയാണ്, മിഡ് പോയിന്റിലേക്ക് മധ്യബിന്ദുവിലേക്ക് വരച്ചത്. അപ്പോൾ M മധ്യബിന്ദുവായി മിഡ് പോയിന്റാണ്. അപ്പോൾ ഒന്നാമത്തെ BM ഈക്വൽ ടു CM 1, AM ഈക്വൽ ടു AM തന്നെ 2, ആംഗിൾ AMB ഈക്വൽ ടു ആംഗിൾ AMC 3. എന്താ, 2 വശവും അതിന്റെ 2 വശവും കൂടെ ചേർന്നുണ്ടാവുന്ന കോണും ഈ 2 വശത്തിനും അത് ചേർന്നുണ്ടാവുന്ന കോണും തുല്യമായാൽ ഈ ത്രികോണങ്ങൾ എന്തായി, തുല്യ ത്രികോണം. അപ്പൊ അതില് വശങ്ങൾ തുല്യാവും. ഈ ACയും ABയും തുല്യാവും. അതും നിങ്ങൾ എഴുതിക്കോളൂലേ? എഴുതാൻ പറ്റണം. നേരത്തെ എഴുതിയതേ വാചകങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോ ഇതിലെ ചോദ്യം നോക്കുക. എന്താ ചോദ്യം? Prove that if 2 angles of a triangle are equal, ചോദ്യം എങ്ങനെയാണ്? If 2 angles of a triangle are equal, then prove that sides opposite to these angles are also equal.
ഇതേപോലെ തന്നെ പിക്ചർ വരയ്ക്കുക. ഇതിൽ എ ബി ഈക്വൽ ടു എ സി തന്നിട്ടില്ല, പകരം എന്ത് തന്നു? ബി എം ഈക്വൽ ടു സി എം തന്നിട്ടുണ്ട്, ഈ ആംഗിൾ 90 തന്നിട്ടുണ്ട്, ഈ ആംഗിൾ സിയും ബിയും അതും ഈക്വലാണ് തന്നിട്ടുണ്ട്. എ എം ഈക്വൽ ടു എ എം തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ ഈ രണ്ട് ആംഗിൾ ഈക്വലായി മാത്രം ഈ ആംഗിൾ ഈക്വലാവൂലേ, അതും ഈക്വലാണ്. അപ്പോൾ അതിൽ 3 ഉപയോഗിച്ചാൽ മതി. ആ 3 ഉപയോഗിച്ചിട്ട് അതും കൂടി നിങ്ങൾ തെളിയിക്കുക. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്താ മനസ്സിലായല്ലോ? 2 സൈഡ് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂടി ഈക്വൽ ആയിരിക്കും. അതാണ് ഐസോസെലസ് ട്രയാങ്കിൾ.